ഒരു വ്യക്തി ഏറ്റുപറഞ്ഞ ഒരു കാര്യം, കുടുംബം, ദാമ്പത്യം, സെക്സ് എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അച്ഛാ, ഇതൊരു 20 വർഷം മുമ്പൊന്ന് കേൾക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എൻ്റെ വിവാഹ ജീവിതം നിശ്ചയമായിട്ടും കൂടുതൽ അനുഗ്രഹപ്രദമായി മാറുമായിരുന്നു. പറയുന്നുണ്ട്, വിവാഹം എന്ന കൂദാശയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ അതിൻ്റെ പേരിൽ പരിതപിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. വിശുദ്ധ മദർ തെരേസ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ സമാധാനം, സന്തോഷം ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതാദ്യം ഉണ്ടാകേണ്ടത് കുടുംബത്തിലാണ്. നമുക്കറിയാം, കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കുടുംബവും വിവാഹവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അത് വെളിപ്പെടുത്തിക്കൊണ്ട് സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1641 വായിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, യേശുവിൻ്റെ സ്നേഹത്തിൽ വേരൂന്നി വ്യവസ്ഥകളില്ലാതെ പരസ്പരം സ്നേഹിക്കുന്ന ദമ്പതിമാരിൽ നിന്നും ഉരുത്തിരിയേണ്ടതാണ് കുടുംബം. പറയുന്നുണ്ട്, ഭാര്യയ്ക്കും ഭർത്താവിനും യേശുവിൻ്റെ സ്നേഹത്തിൽ വേരൂന്നി നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ വ്യവസ്ഥകളില്ലാതെ അവർ പരസ്പരം സ്നേഹിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നതാണ് ഒരു കുടുംബത്തിന് രൂപം കൊള്ളുക എന്നുള്ള കാര്യം. മാത്രമല്ല, ഇതൊരു കൂദാശയാണെങ്കിൽ ഇതുമൂലം സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, വിശ്വാസികൾ വിവാഹിതരാകുമ്പോൾ ദൈവം അതൊരു കൂദാശയാക്കി മാറ്റുന്നു. ഇനി അതോടൊപ്പം ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ സഭ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ സ്നേഹം ദൈവം പൂർണ്ണമാക്കും. ദമ്പതിമാരുടെ ഇടയിലുള്ള ഐക്യം ദൈവം ദൃഢമാക്കും. അതുപോലെ തന്നെ അവർ വിശുദ്ധിയിൽ അഭിവൃദ്ധിപ്പെടാൻ ദൈവം സഹായിക്കും. ഇതൊരു കൂദാശയായിട്ട് നമ്മൾ എടുക്കുന്നെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകും എന്നുള്ളത് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ട പോലെ പ്രവേശിച്ച് വിവാഹ ജീവിതം നയിക്കേണ്ടതുപോലെ നയിക്കുന്നവരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ചില സൽഫലങ്ങൾ കാണാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യമാണ് സ്നേഹവും സൗഹൃദവും. വിവാഹ ജീവിതം അതിനുവേണ്ടിയുള്ളതാണല്ലോ. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹിക്കാനും ഒരു ഇൻറ്റിമസി, സൗഹൃദം ബിൽഡപ്പ് ചെയ്യാനും വേണ്ടിയുള്ളതാണ്. ഇനി ഇവർ ഈ ഒരു ദൗത്യം നിറവേറ്റുന്നുണ്ട്, ഒരു നല്ല ഭർത്താവായി നല്ല ഭാര്യയായി അവർ പെരുമാറുന്നുണ്ടെങ്കിൽ ഇവ അവരുടെ കുടുംബത്തിൽ പ്രകടമാകും, ദാമ്പത്യ ജീവിതത്തിൽ പ്രകടമാകും. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, വൈകാരികമായിട്ടുള്ള ഒരു സപ്പോർട്ടും സഹായവും ദമ്പതിമാർ പരസ്പരം നൽകിക്കൊണ്ടിരിക്കും. നമ്മൾ കാണുന്നുണ്ട്, ഗലാത്യർ 6-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വചനം എടുക്കുമ്പോൾ പരസ്പരം ഭാരം വഹിക്കുന്നവരായിട്ട് മാറുക. ജീവിത പങ്കാളിക്ക് തെറ്റുപറ്റിയാലും അത് ക്ഷമിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട്. ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് സഹിക്കാനുള്ള കടമ നമുക്കുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, വ്യക്തിപരമായി വളരാനും പരസ്പരം പരിപൂർണരാക്കാനും ദമ്പതിമാർക്ക് കഴിയും. ഉത്തമ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പരസ്പരം അവർ വളർത്തും, അതുപോലെ തന്നെ പരിപൂർണരാക്കും. പരിപൂർണതയുള്ള ഒരു വ്യക്തിയെ ജീവിത പങ്കാളിയിൽ പ്രതീക്ഷിച്ചാലാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയം, നിരാശ ഇതൊക്കെ വന്നുകൂടുന്നത്. അതിനു പകരം എൻ്റെ ജീവിത പങ്കാളിയെ പരിപൂർണതയിലേക്ക് നയിക്കാനുള്ള ഒരു ദൗത്യം എനിക്കുണ്ട് എന്ന് ചിന്തിക്കുന്നവർക്ക് അവരുടെ വിവാഹ ജീവിതത്തിൽ വിജയം കാണാൻ പറ്റും. മറ്റൊന്ന് നമ്മൾ കാണുന്നുണ്ട്, ഒരുമിച്ച് പ്ലാൻ ചെയ്യാനും ഉത്തരവാദിത്വം പങ്കുവയ്ക്കാനുമുള്ള വിളിയാണ് ദമ്പതിമാർക്ക് ലഭിച്ചിരിക്കുന്നത്. പറയുന്നുണ്ട്, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, ഒന്നിച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കുക, ഒരു മനസ്സോടെ ഒരു തീരുമാനത്തിൽ എത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദമ്പതിമാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. വിവാഹ ജീവിതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അതനുസരിച്ച് നിലകൊള്ളാൻ തീരുമാനമെടുക്കുന്ന, അതിന് വില കൊടുക്കാൻ തീരുമാനമെടുക്കുന്ന ദമ്പതിമാരുടെ ജീവിതത്തിൽ ഇത് സാധ്യമാകും. അവരുടെ കുടുംബത്തിൽ ഇതെല്ലാം തിളങ്ങി വിളങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനു വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മളിന്നൊരു കോമൺ നിയോഗമായിട്ട് വെക്കുന്നത്, ജീവിത പങ്കാളിയെ വിശ്വാസത്തിൽ എടുക്കാൻ പറ്റിയിട്ടില്ലാത്ത വ്യക്തികളുണ്ട്. അവർക്ക് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ച നല്ല ദൈവമേ, എല്ലാ ദമ്പതിമാരെയും അവരുടെ കുടുംബത്തെയും
ഞങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പുരുഷന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ സുഖദുഃഖങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. വിവാഹത്തെ വിരൂപമാക്കുന്ന സ്വാർത്ഥതയും അസൂയയും അശുദ്ധിയും അഹങ്കാരവും വെടിഞ്ഞ് വചനത്തിലും സ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയും പരിത്യാഗവും വിശുദ്ധിയും വിശ്വസ്തതയും ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഖമുദ്രയാക്കണമേ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അതിലൂടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകാനും അങ്ങയോട് ചേർന്ന് മുപ്പിരിച്ചരടാകാനും എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ലോകം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.